Hi guys. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ എന്നൊരു ടൈറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദി അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആണ് കണ്ടത് അല്ലേ. അതായത് എങ്ങനെയാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, അതായത് ഒരു സെറ്റ് ഓഫ് ഗേറ്റ്സ് ടുഗദർ ഫോംസ് ടു പെർഫോം സം ആപ്ലിക്കേഷൻ. സോ ദാറ്റ്സ് നോട്ട് എസ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. അതായത് നമ്മൾ സീക്വൻഷ്യലും കോമ്പിനേഷനും തമ്മിലുള്ളൊരു ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൽ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൽ കോമ്പിനേഷണൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ അനാലിസിസും ഡിസൈനും എങ്ങനെയാണ്, ലൈക്ക് ഇക്വേഷൻ വൈസ്, ട്രൂത്ത് ടേബിൾ വൈസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ കണ്ടിരുന്നു. നൗ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദീസ് എക്സ്പ്രഷൻസ്? ഈ ബൂളിയൻ എക്സ്പ്രഷൻസിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? സോ വൈ ഡു യു വാണ്ട് ടു റെപ്രസെൻറ്റ് എ ബൂളിയൻ എക്സ്പ്രഷൻ? എന്തിനാണ് ബൂളിയൻ എക്സ്പ്രഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു വാണ്ട് ടു മേക്ക് എ സർക്യൂട്ട് യു നീഡ് ടു ഹാവ് എ സ്കെച്ച് അല്ലേ. ഒരു 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 ചിത്രം വരയ്ക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ, റൈറ്റ്? യു നീഡ് എ ക്യാൻവാസ് ആൻഡ് യു നീഡ് എ വെരി കൺസ്ട്രക്റ്റീവ് ഐഡിയ ടു ഡിഫൈൻ എ പിക്ചർ അല്ലേ. ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്കൊരു പിക്ചർ ഡിഫൈൻ, ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെയാണ് ഒരു സർക്യൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ യു നീഡ് ടു ഹാവ് എൻ എക്സ്പ്രഷൻ. ക്ലിയർ? സോ ആ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഹാവ് എൻ എക്സ്പ്രഷൻ യു നീഡ് ടു ഹാവ് എ സെറ്റ് ഓഫ് ഫോർമാറ്റ്സ് ടു എക്സ്പ്രസ് ദോസ് സർക്യൂട്ട്സ്. സോ അതിനാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റലിൽ ബൂളിയൻ എക്സ്പ്രഷൻസിലൂടെയാണ് നമ്മൾ ഡിസൈൻസിലേക്കും സർക്യൂട്ട്സിലേക്കും ഒക്കെ നമ്മൾ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോംസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ്, ഇഫ് യു ഗോ ഫ്രം വൺ സൈഡ് ഓഫ് ദ വേൾഡ് ടു അനദർ സൈഡ്, or if you take one form of syllabus to another form of syllabus, if you go from any form of study formats to any other study formats, digital boolean expressions are of two types. അല്ലെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ രണ്ട് തരത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ദി ടൈറ്റിൽ ഓഫ് ഡിസ്കഷൻ ഓഫ് ടുഡേയ്സ് ഈസ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ബൂളിയൻ എക്സ്പ്രഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, അതായത് ദർ ആർ ടു ടൈപ്സ്. സോ ടു ടൈപ്സ് ഇൻ വിച്ച് യു ക്യാൻ express boolean expressions, like SOP and POS. SOP and POS. So ഇതിൽ SOP എന്ന് പറയുന്നതും POS എന്ന് പറയുന്നതും it's an like if you take two sides of a coin, it is like entirely different formats and all. So അതേപോലെ തന്നെയാണ് ഇതും. SOP എന്ന് പറഞ്ഞാൽ it's nothing but sum of product. Okay, like a collection of product termsൻ്റെ summation ആയിരിക്കും SOP. and product of sum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a set of summing termsൻ്റെ product ആയിരിക്കും POS. clear? so sum of product and product of sum. okay, so we'll go with an example. അല്ലെങ്കിൽ let's define why do you want to standardize a boolean expression. so if you want to make the evaluation, simplification and implementation, നമ്മൾ ഇവാലുവേഷൻ കണ്ടിരുന്നു അല്ലേ, അനാലിസിസ്. സോ ഇവാലുവേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഇംപ്ലിമെൻറ്റ് ദി എക്സ്പ്രഷൻ ഇൻ ടു എ സർക്യൂട്ട് ഫോം, യു നീഡ് ടു മേക്ക് ഇറ്റ് ഈസിയർ ആൻഡ് സിസ്റ്റമാറ്റിക്. ഓക്കെ, സോ ഈ പറയുന്ന ബൂളിയൻ എക്സ്പ്രഷനെ ലൈക്ക് ഇവാലുവേറ്റ് ചെയ്യാനും സിംപ്ലിഫൈ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസിനെ ഈ രണ്ട് ഫോമിൽ ഡിഫൈൻ ചെയ്യുന്നത്. Is it clear? So ഈ രണ്ട് ഫോംസ് ആർ ദി ഓൺലി ഫോംസ് that can give a standard nature to an expression. ഒരു എക്സ്പ്രഷന്, ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു, ആ എക്സ്പ്രഷൻ ഒരു സ്റ്റാൻഡേർഡ് നേച്ചർ കൊടുക്കുന്നത് ഈ രണ്ട് പിന്നെ ഫോർമാറ്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് ഈസ് ഫോർ ഈസ് ഓഫ് ഇവാലുവേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ക്ലിയർ? ഇനി നമ്മളിതിലെ ഫസ്റ്റ് പാർട്ട് എടുക്കുക, that is sum of product.
So what is sum of product? You will have few literals. So എന്താ literals? ഒരു എക്സ്പ്രഷനിൽ വരുന്ന ഇൻഡിവിജ്വൽ വാല്യൂസിനാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേരിയബിൾസിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻപുട്സിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി അഡീഷൻ ഓഫ് there will be some product terms. ആ പ്രൊഡക്റ്റ് ടേംസിൻ്റെയൊക്കെ അഡീഷൻസ് ആണ് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബി പ്ലസ് എ ബി സി. So this is a very good example for sum of product. So these are product terms and you sum those product terms. So this is known as sum of product. Okay, more examples, and you call these A, B and C as what? As literals. Okay, so you call these terms as literals. Clear? So ഈ ലിറ്ററലുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ടേംസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വേരിയബിൾസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സമ്മേഷനാണ് സം ഓഫ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർ എക്സാമ്പിൾസ്, എ ബി സി പ്ലസ് സി ഡി ഇ പ്ലസ് ബി ബാർ സി ഡി ബാർ. സോ ഇവിടെ ലിറ്ററൽസ് എന്തൊക്കെയാണ്? സോ യു ഹാവ് എ ബി സി ആൻഡ് ഡി ഇ. So you have 5 literals in this term. Okay, and one more example is a bar b plus a bar b c bar plus a c. So these are all very good examples of sum of product terms. അതായത് പ്രൊഡക്റ്റുകളുടെ സമ്മേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ this a b c all bar is not a sum of product term. Okay, ഇതൊരു sum of product term അല്ല. But at the same time a bar dot b bar dot c bar is a sum of product ൻ്റെ term ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. You cannot consider this as a sum of product term. Clear? ഇനി ഇതേപോലെ തന്നെ സിംഗിൾ വേരിയബിൾസ്, സേ ഫോർ എക്സാമ്പിൾ a bar plus bc plus def. ഇതൊരു എക്സാമ്പിൾ ഓഫ് സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ ആണ്. അതായത് യു ക്യാൻ ഹാവ് സിംഗിൾ വേരിയബിൾ. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് സിംഗിൾ വേരിയബിൾസ് ഇൻ സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം. അതായത് പ്രൊഡക്റ്റുകളുടെ സമ്മേഷൻ. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സമ്മേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ടേംസ്. ക്ലിയർ? സോ ഇനി നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, സോ എങ്ങനെയാണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫൈനൽ ഔട്ട്കം ഷുഡ് ബി ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓൾ ദീസ് എക്സ്പ്രഷൻസ് ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. റൈറ്റ്? നമ്മളിതൊക്കെ ഒരു അപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. യു നീഡ് ടു ഹാവ് സം അപ്ലിക്കേഷൻ ഫോർ ദിസ് ഫോർ ദിസ് എക്സ്പ്രഷൻസ്. റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് യു നീഡ് ടു പെർഫോം സം അപ്ലിക്കേഷൻ. റൈറ്റ്? സോ ഇതിനെ നമ്മൾ ഗേറ്റ്സ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. സോ ലെറ്റ് സീ ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ക്യാൻ ഗോ വിത്ത് എൻ എക്സാമ്പിൾ ലൈക്ക് എ ബി പ്ലസ് ബി സി ഡി പ്ലസ് എ സി. Okay, ഇതൊരു എക്സാമ്പിൾ എടുക്കാം. സോ വാട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദിസ് മൊമെൻറ്റ് ഈസ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദിസ് സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ ഇൻ ടു ഡിജിറ്റൽ സർക്യൂട്ടറി. അല്ലെങ്കിൽ ഇതിനെ നമ്മൾക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ സർക്യൂട്ടറി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ 3 ടേംസ് ആണുള്ളത്. ആൻഡ് യു ഹാവ് ലിറ്ററൽസ് എ ബി സി ആൻഡ് ഡി. സോ യു ഹാവ് 4 ലിറ്ററൽസ് എ ബി സി ആൻഡ് ഡി. ഓക്കെ, ഇനി ഇതിന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇംപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻഡ് ഓർ ലോജിക്. ഇഫ് യു റിമെമ്പർ, നമ്മളിത് ഡിസ്കസ് ചെയ്ത ഒരു ലോജിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലോജിക് സർക്യൂട്ടറിയാണ് ആൻഡ് ഓർ ലോജിക്. ഓക്കെ, സോ ലെറ്റ്സ് സീ. സോ യു ഹാവ് ദീസ് ഇൻപുട്സ് എ ബി
C and D. Okay, so first thing is you multiply A and B. Okay, then B, C, D. So take an input from here, B, C, D. Okay, you put a 3 input AND gate, and then you have A and C. Take inputs from A and an input from C. We have an AND gate here, and finally you need to sum all these terms. So you take a 3 input OR gate to AND these terms. You will get an expression as X if X is the output. So this is how you implement a sum of product expression. So എപ്പോഴും ഒരു സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ വിൽ ഫോളോ ആൻ ആൻഡ് ഓർ ലോജിക്. അതാണ് നമ്മുടെ പോയിന്റ്. നിങ്ങൾ ഏത് എക്സ്പ്രഷൻ എടുത്താലും സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ അത് ആൻഡ് ഓർ ലോജിക് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. യു കനോട്ട് തിങ്ക് ഓഫ് എനിത്തിങ് എൽസ്. ഓക്കെ, ബീയിങ് സെഡ് ദിസ്, നമുക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. സോ ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റാൻഡർഡൈസ് ഇറ്റ്? യു ക്യാൻ ജസ്റ്റ് റീപ്ലേസ് ദിസ് ആൻഡ് ഗേറ്റ്, ദിസ് ഓർ ഗേറ്റ് വിത്ത് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ്. ഓക്കെ, നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് കണ്ടതാണ്. ലൈക്ക് ഈ ഒരു ആൻഡ് ഗേറ്റിനെ നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ ഓറിനെയും നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ ആൻഡിന് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് വെരി ഈസിലി യൂസിങ് എ നാൻഡ് ഗേറ്റ്, അല്ലേ? നമ്മൾ യൂണിവേഴ്സലിൽ കണ്ട ഒരു സാധനം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം? ഒരു വൺ ഫുൾ എക്സ്പ്രഷനെ നമുക്കൊരു സിംഗിൾ ഗേറ്റ് വെച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓർ ഇൻവേർട്ട് ലോജിക് വെച്ചിട്ടാണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കീപ് ദിസ് ഇൻ മൈൻഡ്. സോ ഇതേപോലെ നമുക്ക് യു ക്യാൻ ഹാവ് എനി ലെവൽസ് ഓഫ് സർക്യൂട്ടറി. ഇതിൽ തന്നെ നമ്മൾ നിൽക്കണമെന്നില്ല. ലൈക്ക് ഇതൊരു സിമ്പിൾ എക്സ്പ്രഷനാണ്. യു ക്യാൻ ഗോ ഫോർ മോർ ഇൻ ഡെപ്ത് എക്സ്പ്രഷൻസ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം ഓഫ് പ്രൊഡക്റ്റിന് നമ്മളിപ്പോൾ കണ്ട ടേംസ്. സോ ഇതിലൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ആ പ്രശ്നത്തിനെ ആക്കിയിട്ടാണ് നെക്സ്റ്റ് ടൈറ്റിൽ നമ്മൾ പോകുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് സ്റ്റാൻഡർഡൈസിങ് ദി സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻസ്. സോ ഹൗ ക്യാൻ യു സ്റ്റാൻഡർഡൈസ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതിൻ്റെ ചെറിയൊരു ഇൻട്രോ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്, ലൈക്ക് എല്ലാ ടേമുകളിലും, എല്ലാ പ്രൊഡക്റ്റ് ടേംസിലും എല്ലാ ലിറ്ററൽസും പ്രസൻ്റ് അല്ല. ഓക്കെ, ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. യു ഹാവ്, ടേക്ക് എൻ എക്സാമ്പിൾ, A B bar C plus A bar B bar plus A B C bar D. ഇതൊരു സം ഓഫ് പ്രൊഡക്റ്റ് ടേമാണ്, അല്ലേ? സോ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇഫ് യു ലുക്ക് വെരി ക്ലോസ്ലി, ദിസ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് SOP. സോ വൈ ഡു യു കോൾ ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് SOP? അല്ലെങ്കിൽ എന്തുകൊണ്ടത് സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഫോം എന്ന് നമ്മൾ പറയുന്നത്? ഇറ്റ്സ് ബിക്കോസ് എല്ലാ ടേമിലും എല്ലാ ലിറ്ററൽസും അവൈലബിൾ അല്ല. സി, ദിസ് ടേം ഈസ് മിസ്സിങ് ദി ലിറ്ററൽ D. D എന്ന് പറഞ്ഞ ലിറ്ററൽ ഈ ടേമിൽ മിസ്സിംഗ് ആണ്. അതുപോലെ സിയും ഡിയും ഈ ടേമിൽ മിസ്സിംഗ് ആണ്. സോ ഇതുകൊണ്ട് തന്നെ ദിസ് എക്സ്പ്രഷൻ ഈസ് നോട്ട് സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് സ്റ്റാൻഡേർഡ്, വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു ഹാവ് ടു ഹാവ് ഓൾ ദി ലിറ്ററൽസ് ഇൻ എ സിംഗിൾ ടേം. ലെറ്റ്സ് സീ ഹൗ ദിസ് കുഡ് ബി ഡൺ. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു താന്തോന്നിയായ ഇക്വേഷനെ അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഇക്വേഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. So first of all, what you have to do is you take this term, okay, A B bar C. What you have to do is very simple process to make it standardized. അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ടേംസിലും എല്ലാ ലിറ്ററൽസും വരണം. So that is a standard form. So you just have to multiply it with D and D bar. So D plus D bar. Okay, അതായത് ഏത് ലിറ്ററൽ ആണോ മിസ്സിങ് ആ ലിറ്ററൽ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ലിറ്ററലിൻ്റെ സമ്മേഷൻ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ് ഈസ് A B bar C D plus A B bar C D bar.
Okay, so this term is done. Now you take this term a bar b bar. ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണെങ്കിൽ, so you have a bar b bar into c plus c bar, sorry, c plus c bar. So this could be written as a bar b bar c plus a bar b bar c bar. Again this is not standardized. അല്ലേ, ഇപ്പോഴും ഡി എന്ന് പറഞ്ഞ ലിറ്ററൽ മിസ്സിംഗ് ആണ്. സോ യു ടേക്ക് ഈച്ച് ടേം. സോ ദിസ് ഈസ് നോൺ ആസ് സബ് സ്റ്റാൻഡർഡൈസിങ് ദ ടേംസ്. സോ എ ബി ബാർ സി ഇൻറ്റു ഡി പ്ലസ് ഡി ബാർ, മാത്രമല്ല എ ബാർ ബി ബാർ സി ബാർ ദിസ് തിങ് ഇൻറ്റു ഡി പ്ലസ് ഡി ബാർ. സോ ദിസ് വിൽ ഗിവ് യു എ ബാർ ബി ബാർ സി ഇൻറ്റു ഡി പ്ലസ് എ ബാർ ബി ബാർ സി ഇൻറ്റു ഡി ബാർ. And this will give you a bar b bar c bar d plus a bar b bar c bar into d bar. So now what you have in your hand is, you have this thing, you have this expression which is standardized, you have this expression which is standardized, and you have one more term, le oru term code undu, and which is primarily standardized. അതായത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. സോ ഫൈനലി നമുക്കിതിനെ എങ്ങനെ എഴുതാം? യു ക്യാൻ ഓൾവേസ് റൈറ്റ് ലൈക്ക് ദിസ്: എ ബി ബാർ സി ഡി പ്ലസ് എ ബി ബാർ സി ഡി ബാർ പ്ലസ്, ഓക്കെ, എ ബാർ ബി ബാർ സി ഡി പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ പ്ലസ്, ഓക്കെ, a bar b bar c bar d plus a bar b bar c bar d bar plus a b c bar d. So this is the standard form of this sum of product expression. ഈ sum of product expressionൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ യു മേക്ക് ആൻ എസ് ഒ പി ഇൻ ടു എ സ്റ്റാൻഡേർഡ് എസ് ഒ പി. എനി റെഗുലർ എസ് ഒ പിന് സ്റ്റാൻഡേർഡ് എസ് ഒ പി ആക്കുന്നത് യൂസിങ് ദിസ് വേ. ഓക്കെ, സോ വാട്ട് ഐ സജസ്റ്റ് ഈസ് യു ടേക്ക് എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാൻഡർഡൈസ്. നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ടെക്സ്റ്റിൽ ഒരുപാട് ഓരോ സെക്ഷനിലും ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. യു ടേക്ക് ഈച്ച് സെക്ഷൻ, വർക്ക് ഔട്ട് ദീസ് എക്സാമ്പിൾസ്, ദെൻ ഓൺലി ഇറ്റ് വിൽ ബി തറോ. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കോറ് കിട്ടുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു എക്സ്പ്രസ് this SOP in a standard form. Done. Now moving on with the POS. So ഇത് ഞാൻ തൽക്കാലം കളയാണ്. സോ സ്റ്റാൻഡേർഡ് ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അനദർ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ, രണ്ടെണ്ണത്തിൽ രണ്ടാമത്തെ ബൂളിയൻ എക്സ്പ്രഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് POS അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സം. സോ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ വിച്ച് ഈസ് വെരി സിമിലർ ടു സം ഓഫ് പ്രൊഡക്റ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് അതിലെ ഡിഫറൻസ് എന്നുള്ളത്. ഇവിടെ ഓരോ ലിറ്ററൽസിൻ്റെയും സമ്മേഷൻ ആദ്യം കാണും, എന്നിട്ട് അതിൻ്റെ ആൻഡ് ഓപ്പറേഷനാണ് നടത്തുക. അതായത് തന്നിരിക്കുന്ന ഇൻപുട്സിൻ്റെ സമ്മേഷൻ ആണ് ആദ്യം ഉണ്ടാവുക. ആ സം ടേംസിനെ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് സം. ക്ലിയർ? വി വിൽ ജസ്റ്റ് വാക്ക് ത്രൂ സം എക്സാമ്പിൾസ്. സോ എങ്ങനെയാണ് അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഹൗ യു റെപ്രസെൻറ്റ് എ. സോ ദി ടൈറ്റിൽ ഈസ് POS, product of sum. So these are few examples: a bar plus b bar into a plus b bar plus c. So this is a very good example of product of sum. So ഈ ലിറ്ററൽസിൻ്റെ സമ്മേഷൻ ആണ് ആദ്യം ഉള്ളത് അല്ലേ? ഈ കണ്ടോ, ഈ ലിറ്ററൽസ് യു ഹാവ് എ ബി ആൻഡ് സി. സോ ദീസ് ആർ ദ ലിറ്ററൽസ്. ഈ ലിറ്ററൽസിൻ്റെ സമ്മേഷനാണ് ആദ്യം ഉള്ളത്, എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, കമ്മിങ് ഇൻ മോർ എക്സാമ്പിൾസ്: എ ബി ബാർ സി ബാർ ഇൻറ്റു സി പ്ലസ് ഡി ബാർ പ്ലസ് ഇ ഇൻറ്റു
dot b plus c bar plus d. Again, this is an example of product of sum. So product of sum terms. Okay, so ini idil again, this is also an example of c bar into d plus e. This is also an example for product of sum. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് it can have a single term in product of sum. ഒരു single term can also be considered in product of sum. Okay, ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. The implementation procedure is what? OR and logic. OR and logic വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. Okay, so let's see. If you take this example, let's see how this could be implemented. Okay, അതായത് a bar b plus c bar into d e into d plus e. So a bar b plus c bar into d plus e. So ഇത് just just the reverse thing that you did before. അവിടെ നമ്മൾ ആൻഡും ഓറും ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, so it will be like, or we can take another example. You can always go with this example, little more complex terms like a plus c. So ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് സമ്മിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്നുണ്ടെങ്കിൽ, and you call this expression as y. So how can you represent y? So you have a b c d. There are 4 literals, right? Now you have a b c and d. So first of all, a b c and d. First of all, you take the sum of a and b. Okay, then b plus c plus d, you take b c and d, a 3 input OR gate, and then you take a and c, again OR gate. Finally you AND these terms using an AND gate, and this is your y. ഇതാണ് നിങ്ങളുടെ y output. So ഒന്ന് you just go behind and see, and അതായത് AND OR ലോജിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് OR and logic, അല്ലെങ്കിൽ you just make it inverted. So you will get this kind of circuitry. അല്ലെങ്കിൽ എല്ലാ POSഉം it will just follow OR and logic. ഇത്രയും ഓർത്ത് വയ്ക്കുക. It's very important. Okay, കാരണം you just see the expression, you can directly say whether it is POS or SOP, and if it is POS, you can just go with OR and logic, implement the circuit. Okay, so it's very straightforward, very simplified. So ഇതാണ് ഞാൻ നേരത്തെ ഈ ഒരു സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ, it helps, the standard procedure will help to evaluate, simplify and implement the expressions in a much easier form. Okay, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 2 സ്റ്റാൻഡേർഡ് ഫോംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സം ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സം. താങ്ക് യു വെരി മച്ച്.